എല്ലാ ദിവസവും നമ്മുടെ സെയിം റൊട്ടീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു മടുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു നൈറ്റ് ഔട്ട്സിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് റിലാക്സ് ആവും. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇങ്ങനെ ഒരു അയ്യപ്പൻ വിളക്ക് പരിപാടിയുണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന്. അപ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടന് പോയിക്കോളം പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും പിന്നെ കുട്ടികളെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കോഴിക്കോട് മുതലക്കുളത്ത് ഒരു ക്ഷേത്രത്തിലായിരുന്നു അയ്യപ്പൻ വിളക്ക് പരിപാടിയൊക്കെ. അങ്ങനെ അവിടെ എത്തി നന്നായിട്ട് തൊഴുതു. അപ്പോൾ വലിയ താലപ്പൊലി വരവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ചെറുതായിട്ടൊരു ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കേട്ട് നിന്നു. പിന്നെ ചെറുതായിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. കുറച്ചധികം നേരം ഞങ്ങളവിടെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നു, കാരണം നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു വരവൊക്കെ വരുമ്പോഴേക്കും. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് പിന്നെ ഇതൊക്കെ കണ്ടാൽ മതിയല്ലോ, അവർക്ക് ഈ വരവും ആഘോഷവും പിന്നെ കൂട്ടത്തിൽ ആനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയായി. ഇത് കഴിഞ്ഞ് അടുത്ത പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമുക്കൊന്ന് പുറത്ത് പോയാൽ നമുക്ക് ആദ്യം നമ്മളെ പ്ലാൻ എന്തെങ്കിലും കാര്യമായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളും വിചാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ അമ്പലത്തിലേക്ക് വന്നതല്ലേ, അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കണ്ടിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് നന്നായിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മാമൻ്റെ 2 മക്കളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ 2 പേരും. അപ്പോൾ അതിലൊരാളുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ബീച്ചിലൊക്കെ ഒന്ന് നടന്നു. പിന്നെ ബീച്ചിൽ പോയാൽ ഉപ്പിലിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കഴിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു. പിന്നെ കഴിക്കാനുള്ള സ്പോട്ട് തിരഞ്ഞ് അവസാനം ഒരു സ്ഥലം കണ്ടെത്തി. നമുക്കിപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ ബീച്ച് സൈഡിൽ, കോഴിക്കോട് ബീച്ച് സൈഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷനായിരിക്കും, കാരണം അത്രയേറെ ഓപ്ഷൻസാണ്. അങ്ങനെ ഒരുവിധം ഇങ്ങനെ ഒരു ലൊക്കേഷൻ കണ്ടെത്തി. അപ്പോൾ എവിടെ പോയാലും നമുക്ക് എപ്പോഴും ഒരേ ഫുഡ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പൊറോട്ട, ബീഫ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചു. പക്ഷെ എന്ത് കഴിച്ചാലും ദാഹത്തിനൊരു കുറവില്ലായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് പിന്നെയും കുറച്ച് ജ്യൂസൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി.